ഹായ്. അപ്പോൾ ഈ വീഡിയോ ശനിയാഴ്ച ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ മരണവാർത്ത കൂടി കേട്ടപ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു മൂഡ് പോയായിരുന്നു. ശരിക്കും സിനിമയുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു, അതും നടന്നില്ല. അതൊരെണ്ണം ചെയ്യാനുണ്ട്. അപ്പോൾ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ, ക്രിക്കറ്റ് നമ്മൾ 2 ദിവസമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ക്രിക്കറ്റിൻ്റെതായിട്ട് തന്നെ. അതിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശുഭാൻ ഗില്ലിനെ ഡ്രോപ്പ് ചെയ്യണം, കാര്യം ഒഴിവാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗില്ലിന് കഴിവില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഗില്ല് നല്ല മിടുക്കൻ പ്ലെയർ തന്നെയാണ്. ഒരു ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടീമിനെ മൊത്തം ടേക്ക് ഓവർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടീം മാനേജ്മെൻറ്റ് പുള്ളിനെ പല ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്. പക്ഷേ അത് പുള്ളിക്ക് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറി. പുള്ളിയുടെ കളി പോകുന്നു, പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും കുളവാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഗില്ലിനെ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്യുക, പകരം സഞ്ജു സാംസൺ അല്ലെങ്കിൽ റിങ്കു സിംഗ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശ്രേയസ് അയ്യർ, ഈ 3 ഓപ്ഷൻ അവിടെ ഉള്ളതാണ്. അവരിൽ ആരെങ്കിലും പരിഗണിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ ആയിരിക്കാം, നമ്മളെപ്പോലെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ റിങ്കു സിംഗിനെ പുതിയ ലോകകപ്പ് ടീമിനെ നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് വന്നിരിക്കുന്നത് സഞ്ജു സാംസനെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തി ഗില്ലിനെ പുറത്തിയാക്കിയിരിക്കുകയാണ്. അത് ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നത്. ടീമിൽ ഉൾപ്പെടുത്താണ്ട് ആളെ ഒഴിവാക്കിയിരിക്കുകയാണ് വേൾഡ് കപ്പ് ടീമിൽ നിന്ന്. അതേപോലെ സൂര്യകുമാർ യാദവ്, അസ്കർ പട്ടേലിനെ വൈസ് ക്യാപ്റ്റനാക്കി. വെരി കീ ഡിസിഷൻ, വെരി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. എനിക്ക് ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി. കാര്യം അസ്കർ പട്ടേലിനൊക്കെ എത്രയോ കാലമായി പുള്ളിയൊക്കെ ഡിസർവ് ചെയ്യുന്ന ഒരു പൊസിഷൻ കൊടുത്തിട്ട് ഒരു സ്ഥാനം കൊടുക്കേണ്ടതാണ്. ശരിക്കും ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അസ്കർ പട്ടേലിനെ പോലെ ഒരു കളിക്കാരൻ എനിക്കൊരു മലയാളി ആയിരുന്നെങ്കിൽ ഏതോ പൊസിഷനിൽ നമ്മുടെ മീഡിയാസും നമ്മുടെ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടി എത്തിച്ചേരാന്നറിയാവും. പുള്ളിക്ക് ആരും ചോദിക്കാനും പറയാനില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് പല പ്രാവശ്യം സംശയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അർഹിച്ച സ്ഥാനം തന്നെയാണ് അസ്കർ പട്ടേലിന് കൊടുത്തത്. വൈസ് ക്യാപ്റ്റനാണ്, അടിപൊളി, നല്ല ഡിസിഷൻ ആയിപ്പോയി, ഒരു സംശയമില്ലാത്ത കാര്യമാണ്, പക്കയാണ്. സൂര്യകുമാറിനെ ക്യാപ്റ്റൻസി കൊടുത്തില്ലെങ്കിൽ ശരി, അസ്കർ പട്ടേലിന് വൈസ് ക്യാപ്റ്റനെങ്കിലും കൊടുക്കണമെന്നുള്ളത് എനിക്ക് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അതിന് ഡിസർവാണ് പുള്ളി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നല്ല ബാറ്ററാണ്, നല്ല ബോളറാണ്, നല്ല ഫീൽഡറാണ്. ഏത് പൊസിഷനിലും ടീമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറങ്ങാനുള്ള മനക്കെട്ടിയുണ്ട്. ആ ടീമിന് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം, ടീമിൻ്റെ പല കാര്യങ്ങളും ആ കൊടുക്കുന്ന ഒരു ടെൻഷൻ റിലീഫുണ്ട് ബാക്കി മെമ്പേഴ്സിന്. അതെല്ലാം അസ്കർ പട്ടേലിന് പറ്റുന്നൊരു കാര്യമാണ്. എന്തായാലും മിടുക്കനായിട്ട് നന്നായിട്ടുണ്ട് ആ ഡിസിഷൻ. പിന്നെ വരുന്നത് നമ്മുടെ അഭിഷേക് ശർമ്മ, ദ മാസ്റ്റർ ബ്ലാസ്റ്റർ, നമ്മുടെ കീ പ്ലെയർ അഭിഷേക് ശർമ്മ, ദ മാസ്റ്റർ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അഭിഷേക് ശർമ്മ വന്നിട്ടുണ്ട്. സഞ്ജു സാംസങ് ടീമിലേക്ക് വന്നിട്ടുണ്ട്. സഞ്ജു സാംസങ്ങിൻ്റെ കാര്യം നമുക്ക് ഈ വീഡിയോയിൽ മൊത്തം പറയാനുണ്ട്. ഹാർദിക് പാണ്ഡ്യ, ദ ബാലൻസിങ് ഓഫ് ടീം ഇന്ത്യ ഫോർ എ ലോങ് ടൈം നൗ. അത് വൺഡേയിലായാലും ഇപ്പോൾ നമുക്ക് 20-ലായാലും ടീമിൻ്റെ ഓവറോൾ ബാലൻസിങ് എന്ന് പറയുന്നത് നിലവിൽ ഹാർദിക് പാണ്ഡ്യയാണ്. ഒരു ബിഗ് സല്യൂട്ട്. കഴിഞ്ഞ ദിവസം എടുത്ത ഒരു പവർ ഹിറ്റിൻ്റെ ഒരു ഐറ്റം പുള്ളി അതിൻ്റെ ഒരു നല്ലൊരു എക്സ്പ്ലോഷൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അടുത്തത് വരുന്നത് തിലക് വർമ്മ. എന്താ ഒരു കണ്ടെത്തലാണ് തിലക് വർമ്മ എന്ന് പറഞ്ഞൊരു പ്ലെയറെ. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, ടീമിന് എന്താണോ വേണ്ടത് അത് കറക്റ്റായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തിലക് വർമ്മയുടെ കാര്യം പറയുമ്പോൾ ഇതിനിടയ്ക്ക് അടുത്ത പറയേണ്ട ഒരാളാണ് ഇഷാൻ കിഷനെയൊക്കെ ഉണ്ടല്ലോ. ശരിക്കും നമ്മൾ തിലക് വർമ്മയായിട്ടൊക്കെ നമ്മൾ നോക്കണം. കാര്യം ഇഷാൻ കിഷനൊക്കെ വന്നതിന് ശേഷമാണ് തിലക് വർമ്മയൊക്കെ ഇന്ത്യൻ ടീമിൽ വരുന്നത്. പക്ഷേ ഈ തിലക് വർമ്മയൊക്കെ എടുക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്, ടീമിനെ കൊണ്ടുപോകുന്ന ഒരു മോഡലുണ്ട്. എത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് ടീമിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി ആ ടീമിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നറിയാം. നമ്മൾ അധികം ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട എല്ലാവരുടെയും പുറകെ കിടന്ന് ഈ ടീമിന് അത് ചെയ്യണം, ആ ടീമിന് ഇത് ചെയ്യണം, ഒരു തേങ്ങയും ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നീ ഇത് ചെയ്യണം, ടീമിന് ഇത്ര റണ്ണ് സ്ട്രൈക്ക് റേറ്റ് വേണം, ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട. ഇതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ മിടുക്കുള്ള കളിക്കാരുണ്ട്. അതിലൊരാളാണ് തിലക് വർമ്മ. ഞാനത് ശരിക്കും ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്, മനസ്സിലായോ? അത് കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ കണ്ടതാണ്. ആ ടീമിൻ്റെ ആ ഒരു അവസ്ഥയിൽ പുള്ളി കളിച്ച ഇന്നിങ്സ് കണ്ട 40 ബോളിൽ 70 റണ്ണൊക്കെ അടിച്ചത്. ഇതൊക്കെയാണ് കണ്ടെത്തേണ്ടത്. കിഷനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഷൻ എന്താവും എന്തോ. കിഷനും ഗില്ലും കൂടി ആ വന്ന സമയത്ത് എന്തൊക്കെയോ ഭയങ്കര അഹങ്കാരമല്ലേ, ഭയങ്കര എൻജോയ് ചെയ്യുമായിരുന്നു. ഇനി ഞങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരിക്കാൻ പോകണം എന്നുള്ള രീതിയിൽ ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. കളിക്കുമ്പോൾ കളിക്കുകയൊക്കെ ചെയ്യും കുറച്ചൊക്കെ. പക്ഷേ അവർ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കളിച്ചിരുന്നെങ്കിൽ അവരുടെ കരിയറൊക്കെ നന്നായിട്ട് നേരത്തെ തന്നെ ഡെവലപ്പായി പോകുന്നതാണ്. അടുത്തത് വരുന്നത് റിങ്കു സിംഗ്. നമ്മൾ ഈ തിലക് വർമ്മേനെ പറഞ്ഞ പോലത്തെ വേറൊരു പ്ലെയറാണ്. റിങ്കു സിംഗിനെയും തിലക് വർമ്മേനെയും കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ കോഹ്ലിയാണ് ഓർമ്മ വരുന്നത്. കാര്യം കോഹ്ലി അന്ന് പല പ്ലെയേഴ്സും ടീമിലേക്ക് വരുമായിരുന്നു. പക്ഷേ കോഹ്ലി വന്നെന്ന് പറഞ്ഞാൽ കോഹ്ലിക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇന്ത്യൻ ടീമിലില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കോഹ്ലിയുടെ ഇഷ്ടക്കാർ അല്ലെങ്കിൽ കോഹ്ലിയുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഈ ടീമിനോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്സാണ് പുള്ളിക്കുള്ളത്. അത് കളിയോട് ആത്മാർത്ഥത കാണിക്കുക, മനസ്സിലായോ? അത് എനിക്ക് സിറാജിനെയൊക്കെ ഭയങ്കര കാര്യമായിട്ടാണ് കോഹ്ലി കൊണ്ടുവരുന്നത്. കാര്യം സിറാജ് 100% ആ ടീമിന് വേണ്ടി കൊടുക്കും. അങ്ങനെയുള്ള കുറേ ആൾക്കാരാണ്, അതായത് ടീമിലുള്ള ആൾക്കാരാണ് കോഹ്ലിയുടെ മെയിൻ കൂട്ടുകാരെന്ന് പറയുന്നത്. റെസ്പോൺസിബിളായിട്ട് പ്ലേ ചെയ്യുക, ടീമിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക, ഇതൊക്കെ കോഹ്ലി കൂടുതലും ഇൻവോൾവ്ഡ് ആയിട്ടിരിക്കുന്നത് ഈ കളിയോടുള്ള സ്പിരിറ്റാണ്. 100% ഡെഡിക്കേഷൻ, ടീമിൻ്റെ വിജയം, ഇതൊക്കെയാണ് കോഹ്ലിയുടെ ഒരു വളർച്ചയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോഹ്ലിക്ക് ഔട്ട്സൈഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു വേൾഡ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഇൻസൈഡ് ക്രിക്കറ്റാണ് പുള്ളിയുടെ ലോകം. അതുകൊണ്ടാണ് പുള്ളി അത്രയും പറയുന്നത്. ഏകദേശം അതേപോലത്തെ പ്ലെയേഴ്സാണ് ഈ തിലക് വർമ്മ, റിങ്കു സിംഗ്. കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ മൊത്തം കോൺസെൻട്രേഷൻ ആ കളിയിൽ തന്നെയാണ്. മൊത്തം കറക്റ്റാണ്. പണ്ടത്തെ കോഹ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും.
എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കോഹ്ലി അങ്ങനെ അല്ലാന്നല്ല. ഞാൻ പറഞ്ഞാൽ അന്നത്തെ ആ ഒരു കോഹ്ലിയുടെ ഒരു മോഡൽ ഓഫ് ഗ്രോയിങ് ഉണ്ട്, നമുക്കത് കണ്ടാൽ തന്നെ നമുക്കറിയാം. അത് തന്നെ ഇവർ രണ്ടുപേരും ഞാൻ കണ്ടിട്ടുണ്ട്. കളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ 100% ആ കളിയിലാണ്. അതേപോലെ റെയ്ന, സുരേഷ് റെയ്ന എന്ന് പറഞ്ഞ കളിക്കാരൻ കളിയിൽ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഭയങ്കര ഇൻവോൾവ്ഡ് ആണ് കളിയായിട്ട്, ഭയങ്കര രസമാണ് കളിയാട്ടി എഴുകിച്ചേർന്ന് പോകുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതേപോലെ വേറൊരാളാണ് ഇതിനേക്കാളൊരു എക്സെപ്ഷണൽ പ്ലെയറാണ് നമ്മുടെ യുവരാജ് സിംഗ്. യുവരാജ് സിംഗ് ഒരേ സമയം യുവരാജ് സിംഗിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. യുവരാജ് സിംഗ് ഒത്തിരി കളിയിൽ മാച്ച് വിന്നറാണ്, കാര്യം ഭയങ്കരമായിട്ട് ഉത്തരവാദിത്തമായിട്ട് എടുത്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ അതേസമയം പുള്ളീനെ പോലെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ ഒരു കളിക്കാരൻ ഈ ലോകത്ത് വേറെ ഉണ്ടായില്ല. എത്രയോ ടീമുകളിൽ അയാൾക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെന്ന് അറിയാം. ഇന്ത്യൻ ടീമിൽ തന്നെ എത്രയോ കൂട്ടുകെട്ടുകൾ എല്ലാവരുമായിട്ടും പുള്ളിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പുള്ളി വേണ്ട സമയത്ത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആ ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യും. അതേസമയം തന്നെ പുള്ളി ഉത്തരവാദിത്തം, ടീം എന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്തമുണ്ട്, അത് ഒറ്റയ്ക്ക് പുള്ളി അവിടെ ഏറ്റെടുത്ത് ആ ടീമിൻ്റെ കംപ്ലീറ്റ് കോർഡിനേഷൻ. ഇപ്പോൾ ഓരോ ടീമിലും ഓരോ കോർഡിനേറ്റർ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പണ്ട് ടീം കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അജയ് ജഡേജനെയായിരുന്നു. അജയ് ജഡേജയാണ് ഒരു കാലഘട്ടത്തിൽ ടീമിൻ്റെ കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ആ ഇൻസൈഡ് ക്രിക്കറ്റിൽ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ടീമിനെ മൊത്തം ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അജയ് ജഡേജയുടെ ഒരു ഉത്തരവാദിത്തം. അതിന് ശേഷം ഞാൻ കണ്ടിരിക്കുന്നത് മുഹമ്മദ് കൈഫാണ്. ഗാംഗുലി കൊടുത്ത റെസ്പോൺസിബിലിറ്റിയാണ്, അതായത് ടീമിൻ്റെ ഒരു മൊത്തം കോർഡിനേഷൻ. ഒരു വിക്കറ്റ് വീഴുമ്പോൾ ചെന്ന് ഇങ്ങനെ ഇതാക്കുക, ടീമിനെ മൊത്തത്തിലൊന്ന് കോർഡിനേറ്റ് ചെയ്യുക, ഏത് ബോളറേയും പോയി അപ്രീഷിയേറ്റ് ചെയ്യുക, ഏത് ബാറ്റ്സ്മാനെയും ഇതാക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ കണ്ടിരിക്കുന്നത്. അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുത്തതല്ല, സുരേഷ് റെയ്നൊക്കെ ആ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഭയങ്കര രസമാണ് അത് കാണാൻ. ഒരു സെൽഫ്ലെസ് ആയിട്ട് ഒരു ടീമിനെ കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണിത്. അതേപോലെ വേറൊരാളായിരുന്നു നമ്മുടെ യുവരാജ് സിംഗ്. യുവരാജ് സിംഗിന് ഈ റെസ്പോൺസിബിലിറ്റി കൊടുക്കണ്ട, പക്ഷേ പുള്ളി ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ഫണ്ണിയായിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഫണ്ണി മൊമെൻറ്റ്സോടെ ക്രിയേറ്റ് ചെയ്യുന്നതൊപ്പം തന്നെ പുള്ളി ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടീം എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ പുള്ളി കാണിക്കുന്ന ഉത്തരവാദിത്തം ഭയങ്കരമാണ്. ആ ടീം താഴെ പോകാണ്ടിരിക്കാൻ പുള്ളി ഏതറ്റം വരെ പോകും. കളി എത്ര പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിയുടെ അറിയാലോ, ക്യാൻസറൊക്കെ വന്നപ്പോൾ പുള്ളി സ്വന്തമായിട്ട് നിന്ന് അന്ന് പുറത്തു പോലും പറയാണ്ട് ടീമിനെ ഉത്തരവാദിത്തത്തോടെ ജയത്തിലേക്ക് എത്തിയത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ചിലർ ആൾക്കാർ ടീമിൻ്റെ ഉത്തരവാദിത്തം ഏർപ്പെടുത്തി ഇതേപോലെ കോർഡിനേഷൻ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര സീരിയസ് ആയി പോകും. ഫണ്ണി ആയിട്ടൊന്നും ചിലപ്പോൾ നടക്കണമെന്നില്ല. പക്ഷേ യുവരാജ് ജഡേജ അങ്ങനത്തെ ഒരു കളിക്കാരുണ്ട്, അജയ് ജഡേജ കൊണ്ട് ടീമിനെ അതേസമയം കോർഡിനേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഫണ്ണിയായിട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ ടീമിൻ്റെ ഉത്തരവാദിത്തങ്ങളായിട്ട് എടുത്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. അത് ഭയങ്കര സംഭവമാണ്. യുവരാജ് ആ കാര്യത്തിൽ ഭയങ്കര എക്സെപ്ഷനാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ വരുന്നത് വാഷിങ്ടൺ സുന്ദർ, മിടുക്കനാണ്. വലിയ ഒച്ചയും ബഹളോ എവിടെ പോയി തലവെക്കലോ പരിപാടിയൊന്നുമില്ല. എന്താണോ ടീമിന് വേണ്ടത് അത് പുള്ളി അന്ന് ആ ടെസ്റ്റിൽ, ഓസ്ട്രേലിയയിലുള്ള ടെസ്റ്റിലാണ് വരുന്നത് ആദ്യമേ. ഈ എല്ലാവരും പരിക്കുപറ്റി പോയ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ 3-1 മറ്റേ ഓസ്ട്രേലിയയിൽ പോയി ജയിച്ച ടെസ്റ്റ് സീരീസ് ഉണ്ട് അത്. പക്ഷേ അന്ന് തുടങ്ങി വാഷിങ്ടൺ സുന്ദർ നമുക്കറിയാം ഇപ്പോൾ കുറേ കൂടി ബാറ്റിങ്ങിൽ ഫോക്കസ്ഡ് ആണ്. നല്ല രീതിയിൽ കളിയൊക്കെ ജയിപ്പിക്കാൻ ഉത്തരവാദിത്തം കൊണ്ടുപോകാനൊരു കഴിവുണ്ട്. പുള്ളി അവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും റൺ ഇന്ത്യൻ സ്കോറിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഉത്തരവാദിത്തം ബാറ്റിങ്ങിൽ കുറച്ചും കൂടി ബാറ്റിങ്ങിന് ഫോക്കസ് ചെയ്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുള്ളിയുടെ കളി പോകുന്നത് മനസ്സിലായി. പിന്നെ വരുന്നത് നമ്മുടെ ആശാൻ, നമ്മുടെ ഒറ്റക്കൊമ്പൻ ശിവം ദുബെ സൂപ്പർ പ്ലെയറാണ്. അതായത് ഇന്ന് കരുത്തൻ. അവിടെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, ഫുൾ ടോസ് ഇട്ട് കൊടുത്തു, നേരെ ഒറ്റ തൂക്കായിരുന്നു. വന്ന് നിന്ന് കഴിഞ്ഞാൽ അടിയാണ്. അത് പിന്നെ വലിയ ഫ്ലെക്സിബിൾ പ്ലെയർ ഒന്നുമല്ല, വലിയ ടെക്നിക്കൽ പ്ലെയറും അല്ല. പുള്ളി ഒരു സ്വീപ്പ് ഷോട്ട് കളിച്ച് 6 അടിക്കുമെന്നോ അല്ലെങ്കിൽ പുള്ളി ഒരു 360 ഒരു സ്കൂപ്പ് ഷോട്ടുകൾ കളിച്ച് ആൾക്കാരെ അമ്പരപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്ട്രേറ്റ് ഫോർവേഡ് കളികളിൽ ആശാൻ ഒരു രക്ഷയില്ല. നല്ല പവറുണ്ട്, നല്ല ഏത് ബോളർക്കും എപ്പോഴും പേടിക്കാം. ഏത് സാഹചര്യത്തിലും ഇന്ത്യൻ ടീമിൽ 2-3 സിക്സൊക്കെ തുലുതുല തൂക്കാൻ സാധ്യതയുള്ള ഒരു പ്ലെയറാണ്. അതൊരു പ്രത്യേകതരം പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ഡൗണൊക്കെ വരാൻ സാധ്യതയുണ്ട്. ടീമിൻ്റെ അവസ്ഥ എന്താണോ അതനുസരിച്ച് ടീമിനെ ഇറക്കാൻ കൂട്ടിവെച്ചിരിക്കുന്ന ഒരു കരുത്തനാണ്. പിന്നെ വരുന്നത് ബുംറ. കഴിഞ്ഞ കണ്ടല്ലോ ബുംറയുടെ ബോളിംഗ്. അതായത് ഈ ടോട്ടൽ 400 റൺസ് വിടുന്ന ഒരു പിച്ചിലാണ് പുള്ളി 17 റണ്ണിന് 2 വിക്കറ്റ് ഇട്ടത്. പുള്ളി വന്ന ഒരു ഓവർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവിടെ 2 റൺ കൊടുത്ത ആ ഒരു 16 ഓവറെ 2 റൺ കൊടുത്തിട്ട് ഒരു വിക്കറ്റ് ആയിട്ട് ഇട്ട ഒരു ഓവർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റാണയാണെന്ന് തോന്നുന്നില്ലേ, റാണയുടെ അധികമൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. നല്ല ബോളിങ്ങിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എനിക്ക് തോന്നി. നിലവിലെ 2020 ഫോർമാറ്റിൽ നല്ലൊരു പ്ലെയർ തന്നെയാണ്, ഓപ്ഷനാണ്. കുൽദീപ് യാദവ്, ദ ആറ്റിറ്റ്യൂഡ്, ദ 100% ഡെഡിക്കേറ്റഡ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു പ്രത്യേക മോഹമാണ് ഈ കുൽദീപ് യാദവ്. അതായത് ഏത് നിമിഷവും 100% ആത്മാർത്ഥത എന്ന് പറഞ്ഞത് ഒരു വല്ലാത്തൊരു ഐറ്റമാണ്. അതാണ് ഒരു കുൽദീപ് യാദവ്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പുള്ളി ഒരു നിമിഷം പോലും പുള്ളി സീരിയസ് അല്ലാണ്ടില്ല. കൊടുക്കുന്ന ആ 100% ഡെഡിക്കേഷൻ ഓരോ നിമിഷത്തിലും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് കുൽദീപ് യാദവ്. ഭയങ്കര സീരിയസ് പ്ലെയറാണ്. അടുത്തത് നമ്മുടെ വരുൺ ചക്രവർത്തി. ഞാൻ കഴിഞ്ഞ പറഞ്ഞായിരുന്നു, ഏത് സാഹചര്യത്തിലും ടീമിനെ
ഏത് പിച്ചിലും ടീമിനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനും അതേപോലെ മറ്റേത് ടീമുകൾക്ക് നല്ല ഒരു പ്രഹരം ഏൽപ്പിക്കാനും കഴിവുള്ള അവരുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറം ബ്രില്യൻസ് ഉള്ള ഒരു പ്ലെയർ കൂടിയാണ്. ഒരു അശ്വിൻ, രവിചന്ദ്രൻ അശ്വിൻ്റെ ഒരു പിൻഗാമി എന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ ഹർഷദീപ് സിംഗ് സമീപകാലമായിട്ട് കുറേ നല്ല ഒരേ ലൈനിൽ നിന്നും പിടിച്ചെറിയുന്ന ഒരു ബോളർ കൂടിയാണ് ഹർഷദീപ് സിംഗ്. ഓക്കെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു നല്ല പ്ലെയർ തന്നെയാണ്. ഇതാണ് ടീം ഇന്ത്യയുടെ നിലവിലത്തെ കാര്യങ്ങൾ വരുന്നത്. ഇതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിലൊന്ന്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ടീമിൻ്റെ പ്രകടനം കണ്ടു, സഞ്ജു സാംസൻ്റെ ഒരു ബാറ്റിംഗ് കണ്ടു. എനിക്ക് അതിൽ തോന്നിയൊരു കാര്യം, സഞ്ജു ഇപ്പം എടുക്കുന്ന ഒരു കരുതൽ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ടറിയാം. സഞ്ജു സാധാരണ ഒരു ഓപ്പണിംഗ് ഒക്കെ ഇറങ്ങി ഒരു കരുതലൊന്നുമില്ല, ആളൊരു ഫ്രീ ആയിട്ടൊരു ബാറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ ബാറ്റിംഗ് ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ബാറ്റിങ്ങിൻ്റെ ഒരു വിക്കറ്റ് തെറിക്കാണ്ടിരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നും പുള്ളി ബാറ്റിങ്ങിൽ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ചെയ്തിരുന്നെങ്കിൽ പുള്ളി കുറച്ചും കൂടി ഒന്ന് ഫോമായിട്ട് വരുന്നവരെ അത് പിടിച്ച് ചെയ്തിട്ട് ബാക്കി പുള്ളിയുടേതായിട്ടുള്ള തനതായ ശൈലിയിൽ വിക്കറ്റ് വീശാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതുവരെ പുള്ളിയെ ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി കുറച്ചും കൂടി കരുതലോടുകൂടിയാണ് ഈ ബാറ്റിംഗ് കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട 32 ബോളെ 37 റണ്ണെന്ന് പറയുന്നത് ഞാൻ അതിശയപ്പെട്ടു പോയി പെട്ടെന്ന്. സഞ്ജു, ഞാൻ അത്ര റണ്ണിന് ശേഷമാണ് ഞാൻ സഞ്ജു ആ ബാറ്റിംഗ് കൊണ്ടുപോയ രീതിയാണ് ഞാനത് കഴിഞ്ഞ് എൻ്റെ ബാറ്റിംഗ് നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. സാധാരണ സഞ്ജു വളരെ ഫ്രീ ആയിട്ടാണ് ബാക്ക് ലിഫ്റ്റ് ഹോൾഡ് ചെയ്യണം ഇങ്ങനെ. പക്ഷേ ഈ പ്രാവശ്യം സഞ്ജു വളരെ കരുതലോടുകൂടി ബാറ്റിംഗ് സ്റ്റാൻസും അതിൻ്റെ ഓരോ ഷോട്ട് എടുത്തതും എന്ന് പറഞ്ഞാൽ എങ്കിലും എഡ്ജ് കയറി പോകുന്നുണ്ട്. ഓഫ് ടെമ്പ് ഭയങ്കര വീക്ക്നെസ് ആണ്. ഞാൻ ഇതിനു പറഞ്ഞിട്ടുണ്ട്, ഓഫ് ടെമ്പിലെ വീക്ക്നെസ്സിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ബാക്ക് ഫുട്ട് അല്ലെങ്കിൽ ബാക്ക് ലിഫ്റ്റിൻ്റെ ഒരു ഡ്രൈവുകൾ ഒട്ടും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. എന്നാൽ അത് എന്ന് പറയുമ്പോൾ സഞ്ജു ബാറ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരുവിധം ഹാർഡ് ഹിറ്റിങ്ങിൻ്റെ ബാറ്റിംഗ് ഹോൾഡാണ്. ഇപ്പോൾ നമ്മുടെ ഹാർദിക് പാണ്ഡ്യയൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു ഹാർഡ് ഹിറ്റിംഗ് ഉണ്ട്. കുറച്ചും കൂടി ഒരു ഡൗണിലേക്ക് ബാറ്റ് പിടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതാണെങ്കിൽ കുറച്ചും കൂടി ഇതാക്കി കളിക്കാൻ പറ്റും. പക്ഷേ അത് വരുമ്പോൾ സഞ്ജുവിന് പ്രശ്നങ്ങൾ വരും. സഞ്ജുവിൻ്റെ നിലവിലത്തെ ശൈലി മൊത്തം പോകും. അപ്പോൾ സഞ്ജു എപ്പോഴും വിക്കറ്റ് പോകാൻ സാധ്യതയുള്ളത് ഈ ഒരു കാര്യം കൊണ്ടാണെന്ന് എനിക്ക് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. ബട്ട് നല്ലൊരു ലൈനിൽ ലെങ്തുമായിട്ട് ബോൾ വന്ന് സഞ്ജു പെട്ടു. ഈ പ്രാവശ്യം പെട്ടിട്ടുണ്ട്, ഇല്ലാന്നൊന്നുമല്ല. വിക്കറ്റ് സ്ലിപ്പിലൂടെ പോയ ഫോറുകളൊക്കെ എന്ന് പറയുന്നത് വിക്കറ്റ് പോകാൻ സാധ്യതകളാണ്. ബട്ട് എങ്കിൽ പോലും സഞ്ജു കൊടുത്തൊരു കരുതൽ നല്ലൊരു കരുതലാണ്. അത് ആ ബാറ്റിങ്ങിൻ്റെ ഒരു സ്റ്റാൻസിൽ തന്നെ ഭയങ്കര ഒരു ഫസ്റ്റ് ആ ഫ്ലിക്ക് ചെയ്ത ഒരു 6 ഉണ്ടല്ലോ, അത് ശരിക്കും വളരെ നല്ല രീതിയിൽ ആ ഫുട് വർക്ക് ഫ്രണ്ട് ഫുട്ടൊക്കെ എടുത്ത് വെച്ച് വളരെ കരുതലോടുകൂടിയുള്ള ഫ്ലിക്ക്. അത് ശരിക്കും അങ്ങനെ കളിച്ചാൽ മതി. ആദ്യത്തെ കുറച്ച് ഓവറുകൾ 2-3 ഓവറുകൾ ഇങ്ങനെ ഒന്ന് 2-3 ബോളെങ്കിലും മെയിനായിട്ടുള്ള ബോളുകളെയൊക്കെ ഒന്ന് അതേപോലെ ഫേസ് ചെയ്ത് കുറച്ച് കരുതലോടുകൂടി ഒരു ഫുട് വർക്കിൻ്റെ സപ്പോർട്ട് കൂടിയൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തൊക്കെ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സഞ്ജുവിന് പറ്റുന്ന രീതിയിലേക്കുള്ള ബോളുകൾ എത്തും. അന്നേരം 6 അടിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് അത് സഞ്ജുവിൻ്റെ കരുതലും പിന്നെ കുറച്ച് ഭാഗ്യം കൂടിയൊക്കെ വന്നപ്പോൾ സഞ്ജു 37 റൺസ് അടിച്ചു. നല്ല കാര്യം തന്നെയാണ്. കാര്യം നിലവിലത്തെ സിറ്റുവേഷനിൽ അത് വലിയ സംഭവമായിട്ടൊന്നുമല്ല. ബാക്കി ടീം അംഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രഷർ റിലീഫുണ്ട്. സഞ്ജു ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ചെയ്യുമ്പോൾ ബാക്കി ടീം അംഗങ്ങളിലേക്ക് വരുന്ന ഒരു പ്രഷർ റിലീഫുണ്ട്. അതെന്തായാലും എന്താണോ ഉദ്ദേശിച്ചത് എന്തായാലും അവിടെ ഡെലിവറി ചെയ്യാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ സഞ്ജുവിന് ഇനിയുള്ള കളികൾ സാധിക്കും. അങ്ങനെ ഈ ഒരു കരുതൽ മതി. സഞ്ജുവിൻ്റെ ആ ഒരു എനിക്ക് തോന്നുന്നത് ആ ഹാൻഡ് ഒരു ബാക്ക് ലിഫ്റ്റിൻ്റെ ഒരു സപ്പോർട്ട് എനിക്കതാണ് ഫീൽ ചെയ്തത്. ബാക്കി എല്ലാവർക്കും പലതായിരിക്കാം ഫീൽ ചെയ്യണത്. സഞ്ജുവിൻ്റെ കരുതൽ ഞാൻ കണ്ടിരിക്കുന്നത് സഞ്ജുവിൻ്റെ ആ ഒരു ഗ്രിപ്പിലും സഞ്ജു കൊടുത്ത ആ ഒരു ബാക്ക് ലിഫ്റ്റിൻ്റെ കരുതലും ഒരു ഫ്ലിക്കിൻ്റെ ഒരു കരുതലൊക്കെ ഉണ്ട്. ആ ഒരു ഫുട് വർക്കിൻ്റെ ഒരു കരുതലുണ്ടായിരുന്നു ആ ഒരു ഇന്നിങ്സിൽ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം സഞ്ജുവിന് ഒരു 37 റൺസ് വരെയൊക്കെ ക്രീസിൽ അവിടെ ഈസി ആയിട്ട് കളിക്കാൻ പറ്റിയത്. ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ ഫൈനൽ മാച്ച് തന്നെയായിരുന്നു അവിടെ കളിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും സഞ്ജുവിന് അതേപോലെ കളിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കരുതൽ മാത്രം മതി, ബാക്കി സഞ്ജുവിന് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തിലക് വർമ്മ നന്നായിട്ട് കളിച്ചു. എനിക്ക് പിന്നീട് ഇഷ്ടപ്പെട്ട ഒരു ഇന്നിങ്സ് ആയിരുന്നു ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യൻ്റെ ആ പവർ ഹിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണത്. ശരിക്കും അതിനൊരു ലൈനിൽ ലെങ്ത് ഒരു ബോളുണ്ട്. ആ ബോൾ വരുമ്പോഴാണ് ആ വിക്കറ്റ് പോകാൻ സാധ്യതയുള്ളത്. ക്രോസ് ബാറ്റിംഗ് വീശി മിക്കവാറും മിഡോണിലല്ല ലോങ് ഓണിൽ വിക്കറ്റ് പോകാൻ സാധ്യതയുള്ള ഒരു വിക്കറ്റാണ് ഈ ഹാർദിക് പാണ്ഡ്യൻ്റെ. കാര്യം പുള്ളിയുടെ ബാറ്റിംഗ് ക്രോസ് ഒരു ലൈനിൽ ലെങ്തുമായിട്ടൊരു ബോൾ ചെല്ലുന്നു, പുള്ളി അത് ക്രോസ് ബാറ്റ് വീശുന്നു. അത് 6 പോയില്ലെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പൊസിഷനിലാണ് വിക്കറ്റ് പോകുന്നത്. ബട്ട് ഹാർദിക് പാണ്ഡ്യ കഴിഞ്ഞ ദിവസം വളരെ ആറ്റിറ്റ്യൂഡായിട്ട് വന്നു. നല്ലൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. വന്നപ്പോൾ തന്നെ അടിയായിരുന്നു. നല്ല രസകരമായ കുറേ 6കൾ അടിച്ചു. ഇന്ത്യൻ ടീമിൽ തന്നെ 16 ബോളെ 50 അടിച്ചെന്ന് പറഞ്ഞാൽ യുവരാജിന് ശേഷം അത്രയും ഫാസ്റ്റായിട്ടൊരു 50 അടിക്കുന്നത് ആദ്യമായിട്ടാണ് ഇൻ്റർനാഷണൽ കളിയിൽ. എന്തായാലും ഹാർദിക് പാണ്ഡ്യയെ തെളിയിച്ചു. ആ ഒരു ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ പിച്ച് മനസ്സിലാക്കി തന്നെ അടിച്ചു. അങ്ങനെ ഒരാൾ നമുക്കില്ലാണ്ട് തന്നെ പെട്ടുപോയത് നമ്മൾ. പിന്നെ 16 ബോളെ 50 അടിച്ചു. പിന്നീട് അടിച്ചിട്ട് സ്ലോ ആയിരുന്നെങ്കിലും 25 ബോളെ 60 സംതിങ് അടിച്ചു. എങ്കിൽ ആ ഒരു ഫോമിൽ ആ 50 വരെ അടിച്ചൊരു സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 10-75 റണ്ണൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ഒരു 25 ബോളെ എങ്കിലും ഓക്കെ, നല്ല അടിപൊളിയായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ബാലൻസിങ് തന്നെയാണ്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് നടന്നു. പിന്നെ ബോളേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബുംറയുടെ നല്ല സ്പെല്ലായിരുന്നു. പിന്നെ അതേപോലെ ബാക്കി എല്ലാവരും നന്നായിട്ട് കളിച്ചു. ഓക്കെ,
200 റൺസ് പിറന്ന പിച്ചിൽ 4 ഓവർ 17 റൺസ് മാത്രം കൊടുത്ത് ബുംറ എടുത്ത വിക്കറ്റുകൾ എന്ന് പറയുന്നത് അടിപൊളി തന്നെയായിരുന്നു. അപ്പോൾ അത്ര ഇതിനെപ്പറ്റി ഇതിനകത്ത് പറയാനുള്ളൂ. ഓക്കെ, ബൈ.